യുഎസിൽ വോട്ട് ചെയ്യാൻ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ നിർബന്ധമായി ഹാജരാക്കണമെന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ബാലറ്റുകൾ സ്വീകരിക്കുന്നതിന് മുൻപ് രേഖകൾ ഹാജരാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാനങ്ങൾ ഫെഡറൽ ഏജൻസികളുമായി വോട്ടർ പട്ടിക പങ്കുവയ്ക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഐസൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൻ, സമൂലമായ മാറ്റങ്ങളുണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ഇനിയിപ്പോൾ അമേരിക്ക കടക്കുമ്പോഴെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെ മാറ്റങ്ങൾ? ഒരു സമൂല മാറ്റം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ കൂടി അത് നേരത്തെ തന്നെ പല തവണ അമേരിക്കയിൽ പാസാക്കിയ നിയമങ്ങൾ നടപ്പാക്കുക കൂടിയാണ് ട്രംപ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് 1996 തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം പൗരന്മാരല്ലാത്തവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട്, പൗരത്വ രേഖ കൃത്യമായി ഹാജരാക്കാൻ സാധിക്കാത്തവർക്ക് വോട്ട് ചെയ്യാനുള്ള അനുവാദം നിഷേധിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം നടന്നിരുന്നു. അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളൊന്നും തന്നെ പ്രായോഗികമായി നടപ്പാക്കാത്ത ഒരു സാഹചര്യം വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കടുത്ത നിലപാടുകളുമായി ഇപ്പോൾ ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ നമുക്കറിയാവുന്നതാണ്, നിരവധി എക്സിക്യൂട്ടീവ് ഓർഡറുകളാണ് അദ്ദേഹം പുറപ്പെടുവിച്ചത് അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ. ഇപ്പോൾ ഈ ഇത്തരത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിന്റെ ബാലറ്റ് പേപ്പർ സമർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അവരുടെ പൗരത്വം തെളിയിക്കുന്ന രേഖകളും കാണിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പല ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. വിവിധങ്ങളായ ഒരു കേന്ദ്രീകൃത സംവിധാനമില്ല എന്ന രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് ട്രംപ് നീങ്ങുകയും ചെയ്യുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, അനധികൃത കുടിയേറ്റക്കാർ നിരവധിയായി വോട്ട് ചെയ്ത് തന്റെ വിജയം നഷ്ടപ്പെട്ടു എന്ന് പോലും 2020 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളെല്ലാം നിലനിന്ന ഒരു സാഹചര്യം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളുടെ കാര്യപ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ട്രംപ് അറിയിക്കുന്നത്. മാത്രമല്ല, സ്റ്റേറ്റുകൾ ഇക്കാര്യത്തോട് സഹകരിച്ചില്ലെങ്കിൽ സ്റ്റേറ്റിനെ ഫെഡറൽ ഫണ്ട് തടഞ്ഞു വെക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടി ഉണ്ടാകും എന്നും വളരെ കൃത്യമായി പറയുന്നുണ്ട്. മറ്റൊരു സുപ്രധാനമായ ഘടകം എടുത്തു പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പോസ്റ്റൽ ബാലറ്റുകൾ സ്വീകരിക്കുന്ന രീതി അംഗീകരിക്കാനാവില്ല എന്നാണ്. നമുക്കറിയാവുന്നതാണ്, തെരഞ്ഞെടുപ്പ് തീയതിക്ക് ശേഷം, തെരഞ്ഞെടുപ്പ് തീയതിക്കോ അതിന് മുമ്പോ ചെയ്ത പോസ്റ്റൽ ബാലറ്റുകൾ കൃത്യമായി സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് തെരഞ്ഞെടുപ്പിൽ, അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ശേഷവും വീണ്ടും റിസൾട്ടുകൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് തീയതിക്ക് ശേഷം പോസ്റ്റൽ ബാലറ്റുകൾ സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാട് വളരെ കൃത്യമായി അറിയിക്കുകയാണ് ട്രംപ് ഈ ഓർഡറിലൂടെ തന്നെ. നമുക്കറിയാവുന്നതാണ്, 18ഓളം സ്റ്റേറ്റുകൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത്തരത്തിൽ ഈ പോസ്റ്റൽ ബാലറ്റുകൾ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് വേണ്ട, ഇനി അത് ആവശ്യമില്ല, ലോകത്തൊരു വ്യവസ്ഥാപിത തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള കാര്യങ്ങളില്ല എന്ന് തന്നെയാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും പൗരന്മാർക്ക് മാത്രം വോട്ട് ചെയ്യാനുള്ള അവസരം ഉറപ്പാക്കുകയും അതുപോലെ തന്നെ തെറ്റായി വോട്ട് ചെയ്യുന്ന കീഴ്വഴക്കങ്ങളെ പൂർണ്ണമായും തടയുകയും ചെയ്യുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണ് ട്രംപിന്റെ നീക്കങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ. ഓക്കെ, ശരിയായി സർ.